ഒരമ്മയെന്നുള്ള നിലയ്ക്ക് പൂർണ്ണ പരാജയമായിട്ടുള്ള ഒരു സ്ത്രീ ഒരു മോനെ ഉപദേശിക്കുന്ന കേട്ടോ. ആണോ? അങ്ങനെ കല്യാണം കഴിക്കാം. അങ്ങനെയൊന്നുമില്ലടാ. ചിലപ്പോൾ ബോയിനെ കല്യാണം കഴിക്കും, ഗേളിനെ കല്യാണം കഴിക്കും, ഗേളും കല്യാണം കഴിക്കും. ഏറ്റവും കൂടുതൽ ബോയും ഗേളും. ഒരമ്മ എന്നുള്ള രീതിയിൽ മോൻ ഉപദേശം കൊടുക്കുക, ബോയിനെ കല്യാണം കഴിച്ചോട്ടെ. ആ കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് മനസ്സോടെ ചോദിക്കുവാന്നേ. അപ്പൊ അവർ അമ്മ അങ്ങ് സമ്മതിക്കുക, കഴിച്ചോ അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. എന്ത് നേട്ടം ഇവരൊക്കെ ഒരു സ്ത്രീയാന്ന് പറയാൻ പറ്റുമോ? ഇവരൊക്കെ ഒരു അമ്മയാന്ന് പറയാൻ പറ്റും? സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇവരൊരു അമ്മയാന്ന് പറയാൻ പറ്റും? പിന്നെ ഇതിനെയൊക്കെ വെളുപ്പിക്കാനായിട്ട് മലയാളികൾ സമൂഹം മൊത്തം ഇതിനെ അംഗീകരിച്ചു എന്നും പറഞ്ഞോണ്ടേ ഒരു 60 കാലഘട്ടത്തിലെ ഒരേ ഒരു വസന്തം കുറ്റിയും പറിച്ച് കുറെ ടീമുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 4 കഴിക്കോലും നാട്ടി കീറി ഒരു ടാർപ്പായം വലിച്ചു കെട്ടി സമൂഹത്തിന് ഇതുപോലെ ഒരു ഗുണവും ഇല്ലാത്ത കുറെ എണ്ണത്തിനെ കൊണ്ടിട്ട് പരിപാടി നടത്തുന്നു. എന്നിട്ടോ അതിലെ മത്സരാർത്ഥികളായിട്ടുള്ള 2 പെൺപിള്ളേർ തന്റെ അടുത്തോട് തുറന്നു പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾ അവർ അംഗീകരിക്കത്തില്ലെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ടിട്ട് രോഷാകുലനായിട്ട് ഇദ്ദേഹം ഇവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് അവിടെ പോയി പരിപാടി ചെന്ന പിള്ളേരെ അങ്ങ് ഭീഷണിപ്പെടുത്തും. പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോ എന്നുള്ള രീതിയിലുള്ള നിലപാടങ്ങ് എടുക്കുക. സമൂഹം മൊത്തം അംഗീകരിച്ച് ഇനി നിങ്ങൾക്കാന്ന് കുഴപ്പമൊന്നും. അംഗീകരിച്ച സമൂഹത്തില് ഞങ്ങളെ ഒന്നും ഉൾപ്പെടുത്തണ്ട, നിങ്ങൾ വേറൊരു ടീമായിട്ട് അങ്ങ് മാറി ഇന്നാണ്. കോയിൽ പരസ്യമായിട്ട് പെൺകുട്ടികളോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ളവരെ അംഗീകരിക്കുകയോ കയറ്റുമോ എന്ന് ചോദിച്ചു. പിള്ളേർ പറയുകയും ചെയ്ത് കയറ്റത്തില്ലെന്ന്. വില പോകുന്ന മനസ്സിലായപ്പോൾ ഒരു ചീപ്പ് ഡയലോഗ് അടിച്ചു, എന്റെ വീട്ടിൽ കയറ്റുക. ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാം, നിങ്ങളുടെ വീട്ടിൽ കയറ്റുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇതിനൊക്കെ അത്രയ്ക്ക് തീവ്രമായിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന ലാലേട്ടൻ ഒരു കാര്യം കൂടെ ആലോചിക്കാം. പ്രണവ് ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. ഇതുപോലുള്ള ഒരു അവസ്ഥ സ്വന്തം മോനാണ് വരുന്നതെങ്കിൽ ലാലേട്ടൻ 2 കൈ നീട്ടി വീട്ടോട് സ്വീകരിക്കും.